ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. സോ ഫസ്റ്റ് തന്നെ ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ മുകളിൽ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഇട്ടിട്ടുണ്ട്. സോ ഞാൻ പുതുതായിട്ട് ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എന്റെ സോഷ്യൽ സെക്ടർ ജേർണി മാത്രം ഒന്ന് പെൻ ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തതാണ്. സോ ബേസിക് ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഇപ്പോൾ ആർക്കും അറിയില്ല. ഇപ്പൊ തന്നെ എൻ്റെ അടുത്ത് നമ്മുടെ ഓപ്പൺ ഡേറ്റ് കമ്മ്യൂണിറ്റിയിലുള്ള സ്റ്റുഡൻസ് ഉൾപ്പെടെ ചോദിക്കുന്നുണ്ട്, ചേട്ടൻ എന്തിനാ സാംസങ്ങിലെ ജോലിയൊക്കെ വിട്ട് IM ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ എന്തിനാ നോൺ പ്രോഫിറ്റ് നടത്തുന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. സോ സോഷ്യൽ സെക്ടർ എന്ന് പറയുന്ന ഒരു വലിയൊരു സെക്ടറിനെ എല്ലാ വർഷവും 14% ഇന്ത്യയിൽ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സെക്ടറിനെ കുറിച്ച് വലിയൊരു അവയർനെസ് ഗ്യാപ്പ് ഉണ്ട്. സോ അവയർനെസ് ഗ്യാപ്പ് ഫില്ല് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഞാൻ ഇൻസ്റ്റാഗ്രാം ചാനൽ തുടങ്ങിയത്. അപ്പം ഞാൻ ഓപ്പൺ ഡേറ്റിന് വേണ്ടി ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അൺഫിൽറ്റേർഡ് ആയിട്ട്, സോ ഇഫ് ഐ എം ഹാവിംഗ് എ ബാഡ് ഡേ ഐ മേ ക്രൈ, ബട്ട് ഇഫ് ഐ എം ഹാവിംഗ് എ ഗുഡ് ഡേ അത് എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്ന മെയിൻ കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നതൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഇൻസ്റ്റാഗ്രാമിലൂടെ ഉദ്ദേശിക്കുന്നത്. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഡു ഫോളോ. മെയിനായിട്ട് ഇനി പറയാനുള്ള ഈ ഒരു ഇതിലെ കണ്ടന്റ് എന്ന് പറയുന്നത് കോളേജസിന്റെ ആപ്ലിക്കേഷനെ കുറിച്ചാണ്. കാരണം കുറെ ആൾക്കാർ പല രീതിയിലും കുറെ ഐ വുഡ് സേ മണ്ടത്തരങ്ങളൊന്നും മോശമായിട്ടല്ല, പക്ഷേ നിങ്ങൾക്ക് അത് അറിഞ്ഞുകൂടാത്തോണ്ടായിരിക്കും. കാരണം ഞാനിപ്പോൾ റീസെന്റ് ഒരു സ്റ്റുഡന്റ് FMSന്റെ ആപ്ലിക്കേഷൻ എടുത്ത് കണ്ടു. അപ്പൊ ഞാൻ ചോദിച്ചു, ഓക്കെ FMSന്റെ ആപ്ലിക്കേഷൻ എന്തൊക്കെയാണ്, എങ്ങനെയാണ്, ഏതാ കാറ്റഗറി, എന്താണ്, ജനറൽ ആണ്, ഫീമെയിൽ ആണ്, എത്ര മോക്കിലൊക്കെ ഇപ്പൊ എത്ര മാർക്ക് വരുന്നുണ്ടെന്ന് ചോദിച്ചാൽ പറഞ്ഞു ഇതുവരെ കിട്ടിയ ഹയസ്റ്റ് എന്ന് പറയുന്നത് 35 ഒക്കെ ആണെന്നുള്ളത്. ഈ 35 മാർക്സ് എന്നുള്ള ഒരാൾക്ക് അടുത്ത ഇനിയുള്ള ഒരു 15 ഡേയ്സിൽ നിങ്ങൾക്ക് അതൊരു എത്ര വേണം, ഇപ്പൊ ഒരു ജനറൽ എഞ്ചിനീയറിംഗ് ഫീമെയിൽ ആണെങ്കിൽ FMS കിട്ടണമെങ്കിൽ 99 ഒക്കെ വേണമെങ്കിൽ 98 എന്തായാലും വേണ്ടി വരും. അപ്പൊ 98 വേണമെന്നുണ്ടെങ്കിൽ എത്ര മാർക്ക് വേണ്ടി വരും? ഇപ്പൊ നിങ്ങൾക്ക് ഒരു 70 മാർക്സ് ആണെന്ന് അപ്രോക്സിമേറ്റ്ലി വിചാരിക്കുക. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കോട്ട് ചെയ്യണം. 70 മാർക്സ് വേണം, ഇപ്പൊ നിങ്ങൾക്ക് 35 ആണ് വരുന്നതെങ്കിൽ അതിന്റെ ഡബിൾ നിങ്ങൾ അടുത്ത 15 ഡേയ്സിൽ ജമ്പ് ചെയ്യോ എന്നുള്ളത് നോക്കുക. ഞാൻ ഇതൊരു ഡീമോട്ടിവേഷൻ ആയിട്ടല്ല പറയുന്നത്, പക്ഷെ ഞാൻ കുറച്ച് റിയലിസ്റ്റിക് ആയിട്ടാണ് പറയുന്നത്. നിങ്ങളുടെ ഒരുപാട് പൈസ ഉള്ള ആൾക്കാരാണ്, നിങ്ങൾക്ക് ഇപ്പം എന്താ പറയാ കുറെ കോളേജസ് ഞാൻ പറയാം, നിങ്ങൾക്ക് പറ്റുവാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലുള്ള എല്ലാ MBA കോളേജസിലും നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുക. അത്ര അധികം പൈസ ഉണ്ട്. അത്രയും പൈസ മിക്കവാറും നമുക്ക് ആർക്കും ഇല്ല. നമ്മളെല്ലാവരും ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസിൽ നിന്നുകൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. ചില ആൾക്കാർക്ക് ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ് വളരെ കൂടുതലായിരിക്കാം. അങ്ങനെയുള്ളവർ കാറ്റിന് മാത്രം അപ്ലൈ ചെയ്ത് വേറെ ഒരു കോളേജിന് അപ്ലൈ ചെയ്യാത്ത ആൾക്കാരുണ്ടാവും. അപ്പൊ അവരടുത്തും നമുക്കൊന്നും തെറ്റ് പറയാൻ പറ്റില്ല, ബിക്കോസ് അത്രയും പൈസ നമ്മുടെ കയ്യിലുള്ളൂ. കാറ്റ് അപ്ലൈ ചെയ്യുന്നു 21,000 നമ്മുടെ കയ്യിലുണ്ട്, അത് ക്രാക്ക് ചെയ്യാൻ നോക്കുക. ഇനി അതല്ലാത്ത പക്ഷം നിങ്ങൾ സ്ട്രാറ്റജിക് ആയിട്ട് എങ്ങനെ നോക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു മോക്കിന്റെ സ്കോർ വെച്ചിട്ട് നിങ്ങൾക്ക് അപ്രോക്സിമേറ്റ്ലി എവിടം വരെ എത്താം റിയലിസ്റ്റിക് ആയിട്ട്, അതിനേക്കാളും വേണമെങ്കിൽ ഒരു 10% മുകളിലോട്ട് നിങ്ങൾ കിട്ടോ, അല്ലെങ്കിൽ ഒരു 15% മുകളിലോട്ട് കിട്ടോ. ആ ഒരു മാർക്കിലൊക്കെ ഏകദേശം കഴിഞ്ഞ 2-3 വർഷം ഏതൊക്കെ പെർസെന്റേജ് വരുന്നുണ്ടോ നോക്കി അതിന്റെ അറൗണ്ട് ഇടുന്ന ഒരു കോളേജ് അപ്ലൈ ചെയ്യുന്നതായിരിക്കും പിന്നെ നല്ലത്. കാരണം ഈ 30 മാർക്സ് വാങ്ങുന്ന ഒരാൾ FMSൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇഫ് യു ആർ പ്ലാനിങ് ടു അപ്ലൈ ഫോർ അറ്റ്ലീസ്റ്റ് 20 കോളേജസ് അപ്പാർട്ട് ഫ്രം കാറ്റ്, അതായത് അപ്പാർട്ട് ഫ്രം IIMs, ദെൻ ഇറ്റ്സ് ഓക്കെ. കാരണം നിങ്ങളൊരു FMS അപ്ലൈ ചെയ്തു, SPG അപ്ലൈ ചെയ്തു, MD അപ്ലൈ ചെയ്തു. പക്ഷെ ഓൾസോ നിങ്ങൾക്ക് ഒരു ജനറൽ കാൻഡിഡേറ്റ് ആണ്, യു ആർ സ്കോറിംഗ് അറൌണ്ട് 30s. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ടാപ്മി, KJ സോമയ്യ അല്ലെങ്കിൽ ഗോവ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റും ഒക്കെ അങ്ങനത്തെ ഒരു ബെഞ്ചിൽ 3-5 കോളേജ് അപ്ലൈ ചെയ്യുക. ഒരു 90 ഒക്കെ എത്തിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ 90%, അതായത് 30 ഒരു 40-45 എത്തുകയാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ കൺസിഡർ ബിറ്റ്സോം, റൈറ്റ്? സോ ബിറ്റ്സോം അപ്ലൈ ചെയ്യാം, XIMB അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ IMA അപ്ലൈ ചെയ്യാം. സോ ഇതൊക്കെ 90-95 ബെഞ്ചിൽ IIT ഖരഗ്പൂർ അപ്ലൈ ചെയ്യാം, IIT കാൺപൂർ അപ്ലൈ ചെയ്യാം. പക്ഷേ നിങ്ങൾ ആകെ മൊത്തം 7 കോളേജ് അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. എനിക്കിപ്പോൾ കിട്ടുന്ന മോക്ക് സ്കോർ 30 ആണ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ സംവെയർ അറൌണ്ട് 80%, അപ്പം കുറച്ചൊരു പ്ലസ് 10% കൂടെ എത്തി കഴിഞ്ഞാൽ മേ ബി ഒരു 30 എന്നുള്ളത് 33-35, ചിലപ്പോൾ 40 ഒക്കെ ആയേക്കാം. 40 ആയാലും ഐ വിൽ ബി ഗെറ്റിംഗ് വോട്ട്. ഇതിനേക്കാളും ഒരുപാട് കൂടുന്ന ഔട്ട്ലയേഴ്സ് ഉണ്ടാവും കേട്ടോ. മോക്കിൽ സ്ഥിരമായിട്ട് 20 മാർക്സ് വാങ്ങിയ ആൾ കാറ്റിന് 50 വാങ്ങിയ കഥകളും എനിക്കറിയാം, തിരിച്ചും സംഭവിക്കാറുണ്ട്. ബട്ട് ഞാനൊരു ജനറലി പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു ഗോള് നിങ്ങൾ വെച്ച ഗോളും ആ ഗോൾ ഇപ്പൊ നിങ്ങൾ എവിടെ എത്തി, ഇനി അടുത്ത 15 ദിവസത്തിലും പിന്നെ കാറ്റിന്റെ അന്നത്തെ ഒരു പുഷും കൂടെ കിട്ടിയാലും മാക്സിമം എത്ര എത്തുമെന്ന് നോക്കിയിട്ട് അവിടെ കുറച്ച് കോളേജ് അപ്ലൈ ചെയ്യുക, ബാക്കപ്സും കൂടുതൽ അപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് ഇപ്പൊ കിട്ടുന്ന പെർസെന്റേജ് റേഞ്ചിലും, പെർസെന്റേജ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കാറ്റിന്റെ മറ്റേ ടൈമിലോ IMSലോ അല്ലെങ്കിൽ ഓപ്പൺ ഡാറ്റയുടെ പ്ലാറ്റ്ഫോമിലോ ഒന്നും കാണിക്കുന്ന പെർസെന്റേജ് അല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് കിട്ടുന്ന സ്കോർ വെച്ചിട്ട് നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ സ്കോർ വേഴ്സസ് പെർസെന്റേജുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കിട്ടുന്ന പെർസെന്റേജിലൊക്കെ വെച്ച് നോക്കിയിട്ടാണ് നിങ്ങൾ ശരിക്കും കോളേജ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പം ഈ FMS 30 കിട്ടുന്ന ഒരാൾക്ക് FMS അപ്ലൈ ചെയ്യുന്നതിന് പകരം യു കുഡ് ഹാവ് അപ്ലൈഡ് ഫോർ ഇപ്പം 5 കോളേജേ ഉള്ളൂ, പൈസ കുറവാണെന്നുണ്ടെങ്കിൽ ഈ FMSന്റെ ആപ്ലിക്കേഷന് പൈസ കളയുന്നതിന് പകരം നിങ്ങൾക്ക് ഒരു ഇതിന് അപ്ലൈ ചെയ്യാമല്ലോ. ഐ മീൻ ഒരു ബിറ്റ്സോമിന് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഒരു ടാപ്മി ആ റേഞ്ചിൽ അപ്ലൈ ചെയ്യാം. ഇനി അടുത്തൊരു സംഭവം എന്ന് പറയുന്നത് റിസർവേഷൻ ഉള്ള സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഇത് വെരി ഇമ്പോർട്ടന്റ്. അതായത് നിങ്ങൾ ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു EWS കാൻഡിഡേറ്റ് ആണ്, അല്ലെങ്കിൽ ഒരു OBC കാൻഡിഡേറ്റ് ആണെന്ന് വിചാരിക്കുക. ഞാൻ EWS OBC എടുത്ത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം SC ST ആൻഡ് PWD കാൻഡിഡേറ്റ്സ് ഐഡിയലി ഈ പറയുന്ന ടോപ്പ് 90-100% ഒരു കോളേജസിലും അപ്ലൈ ചെയ്യേണ്ടെന്ന് പേഴ്സണലി വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം നിങ്ങൾക്ക് IIMന്റെ ബ്ലാക്ക് IIMസിൽ ഉൾപ്പെടെ കിട്ടാൻ ശരിക്കും അതിനേക്കാളും ലോവർ പെർസെന്റേജ് മതി.
അപ്പം ബ്ലാക്ക് IIMs ഒരു ലോവർ പെർസെന്റേജിൽ കിട്ടും എന്നിരിക്കെ നിങ്ങൾ വെറുതെ ഈ പറയുന്ന IIFT FMS വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം, കാരണം അതിനും ഈ പറയുന്ന റിസർവേഷൻ ഉണ്ട്. പക്ഷെ നിങ്ങൾ MDയും SPJനും ഒന്നും അപ്ലൈ ചെയ്ത് സമയം കളയേണ്ട ആവശ്യമില്ല. SC, ST ആൻഡ് PWD കാൻഡിഡേറ്റ്സ്. വൈ? ബിക്കോസ് നിങ്ങൾക്ക് ഈവൻ അറ്റ് ലോവർ പെർസെന്റേജ് നിങ്ങൾക്ക് അതിനേക്കാളും മികച്ച കോളേജ് അല്ലെങ്കിൽ അതേപോലത്തെ കോളേജ് കിട്ടും. അപ്പൊ നിങ്ങൾ ഈ ഒരു ബെൽറ്റിൽ വെറുതെ അപ്ലൈ ചെയ്യുന്നതിന് പകരം യു ക്യാൻ കീപ് ബാക്കപ്സ്. 80% കോളേജ് കൂടുതൽ അപ്ലൈ ചെയ്യാം. അപ്പൊ എന്താ സംഭവിക്കുക? ഇൻ കേസ് എന്തെങ്കിലും കാരണം കൊണ്ട് നിങ്ങളുടെ ഇന്റർവ്യൂ മോശമായിട്ടോ നിങ്ങൾക്ക് ഈ പറയുന്ന IIMs ക്രാക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ യു ഹാവ് എ സോളിഡ് ബാക്കപ്പ് ദർ റാദർ ദാൻ അപ്ലൈങ് ഫോർ അനദർ പ്രൈവറ്റ് 98% കോളേജ്. ഇനി അടുത്ത ഒരു കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഈ റിസർവേഷൻ ഇപ്പൊ OBC ഉള്ള കാൻഡിഡേറ്റിന്റെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ. OBC അല്ലെങ്കിൽ EWS ആണെങ്കിൽ നിങ്ങൾ ശരിക്കും ഒരു SPJ ആൻഡ് MDI അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു IIFT ആൻഡ് FMS അപ്ലൈ ചെയ്യാം ഇഫ് യുവർ മോക്ക് സ്കോർസ് ആർ കമ്മിങ് ഇൻ ദ റേഞ്ച് ഓഫ് ആ ഒരു ലെവൽ. അതായത് ഇപ്പൊ എന്താ പറയാ, ഒരു 95% ഒക്കെ വേണ്ടി വരുമായിരിക്കും, അല്ലെ 95-96% വേണ്ടി വരും. ഇപ്പൊ OBC EWS കാൻഡിഡേറ്റ് ആണെങ്കിലും ഒരു FMS അല്ലെങ്കിൽ ഒരു IIFT ഒക്കെ കോള് കിട്ടാൻ ഇതിനേക്കാളും കൂടാൻ കുറയാം ബേസ്ഡ് ഓൺ യുവർ പ്രൊഫൈൽ, ജെൻഡർ, അക്കാഡമിക് ഇതൊക്കെ. അപ്പൊ അവിടെ നിങ്ങൾ MDയും SPJനും അപ്ലൈ ചെയ്യുന്നതിന് പകരം IIFT ആൻഡ് FMS മേക്ക് സെൻസ് ബിക്കോസ് അവിടെ റിസർവേഷൻ ഉണ്ട്. അറ്റ് ദി സെയിം ടൈം നിങ്ങൾ OBC EWS ആണ്, പക്ഷെ യു ആർ സ്കോറിംഗ് ഇൻ ദ റേഞ്ച് ഓഫ് ലൈക്ക് 85%. 85%ലാണ് വാങ്ങുന്നുണ്ടെങ്കിൽ കാറ്റ് ഓൾറെഡി അപ്ലൈ ചെയ്തു, IIMs കഴിഞ്ഞു. ഇനി നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ തന്നെ ഈ 90-95+ അഥവാ ഇൻ കേസ് കിട്ടിയാൽ അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു കോളേജോ 2 കോളേജോ മാക്സിമം എക്സ്ട്രാ ഇത് വെക്കുക. മാക്സിമം കൂടുതലും സാധനം ഈ ഒരു 80-90% ബെൽറ്റിൽ ഇത് ചെയ്യാം. അതായത് ഇപ്പം ആപ്ലിക്കേഷൻ ഓപ്പൺ ആവുന്ന കാണുമ്പോൾ ഈ കോളേജ് കൊള്ളാമല്ലോ, ഇത് കൊള്ളാം, അങ്ങ് അപ്ലൈ ചെയ്യാം എന്നല്ല. നിങ്ങൾ ഇപ്പൊ തന്നെ ഒരു പ്ലാൻ ഉണ്ടാക്കണം. ഞാൻ കഴിഞ്ഞ തവണത്തെ ക്യാറ്റിനൊക്കെ പറഞ്ഞത് നിങ്ങളൊരു എക്സൽ ഷീറ്റ് ഉണ്ടാക്കി വെക്കണം. നിങ്ങളുടെ ഏതൊക്കെ കോളേജസിന് നിങ്ങൾ അപ്ലൈ ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന വർഷത്തിൽ എത്ര കിട്ടാൻ കാര്യം എന്നുള്ള ഒരു അപ്രോക്സിമേഷൻ വെച്ചിട്ട് നിങ്ങളുടെ കയ്യിലുള്ള കോളേജസ് മൊത്തം ലിസ്റ്റ് ഔട്ട് ചെയ്ത് ഇത് ഏതൊക്കെ ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട്, ഏതൊക്കെ അപ്ലൈ ചെയ്യുന്നില്ല, ഏത് കാറ്റിന് മുന്നേ അപ്ലൈ ചെയ്യണം, ഏത് കാറ്റിന് ശേഷം റിസൾട്ടിന് മുന്നേ അപ്ലൈ ചെയ്യണം, ഏത് റിസൾട്ടിനും ശേഷം അപ്ലൈ ചെയ്യണം. റിസൾട്ടിന് ശേഷം അപ്ലൈ ചെയ്യേണ്ട കോളേജസിനെ കുറിച്ച് നിങ്ങൾ ഇപ്പോൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ബട്ട് സ്റ്റിൽ യു ഷുഡ് ഹാവ് ദാറ്റ് പ്ലാൻ. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസൾട്ടിന് ശേഷമാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിലും അവിടെയും നമ്മൾ ഈ ചക്കച്ചോള കൊടുത്താൽ പോരാ, നമ്മൾ പൈസ തന്നെ അവിടെയും അടയ്ക്കണം. അപ്പൊ ഇപ്പം കയ്യിലുള്ള പൈസ എന്റെ മൊത്തം ബഡ്ജറ്റ് ഫോർ അപ്ലൈങ് ഫോർ കോളേജ് 15,000 rupees ആണ് ഫോർ ദിസ് എൻറ്റയർ കാറ്റ് സീസൺ എന്നുണ്ടെങ്കിൽ ഞാൻ കാറ്റിന്റെ റിസൾട്ട് ഒരു January 1st വന്നു കഴിഞ്ഞാൽ അതിനുശേഷം അപ്ലൈ ചെയ്യാൻ പോകുന്ന കോളേജസ് എത്ര ആപ്ലിക്കേഷൻ ഫീസ് വേണ്ടി വരും? 5,000 അതിന് വേണം. ഓക്കെ, 5,000 അതിന് വേണം. അപ്പൊ ബാക്കി ഇനി 10,000 രൂപ ഞാൻ ഇപ്പോൾ ഉള്ള കോളേജിന് അപ്ലൈ ചെയ്യാം. ആ അപ്ലൈ ചെയ്യാൻ പോകുന്ന 10,000 രൂപയിൽ തന്നെ എന്റെ ഇപ്പോഴത്തെ പെർസെന്റേജ് വരുന്നത് അല്ലെങ്കിൽ എന്റെ ഇപ്പോഴത്തെ സ്കോർ വെച്ചിട്ട് ഏതാണ്ട് എനിക്ക് 90% കിട്ടും. പക്ഷെ ഇൻ കേസ് എനിക്ക് 95+ അല്ലെങ്കിൽ 99 കിട്ടിയാലോ, അപ്പൊ ഞാൻ ഒരു FMS അപ്ലൈ ചെയ്തു, ഓക്കെ, വെൽ ആൻഡ് ഗുഡ്. അല്ലെങ്കിൽ ഒരു MDA അപ്ലൈ ചെയ്തു, അല്ലെങ്കിൽ ഒരു SPJ അപ്ലൈ ചെയ്തു. പക്ഷെ അത് ചെറിയൊരു ഇതാണ്. എനിക്കിപ്പോ കിട്ടാൻ ചാൻസ് ഉള്ളത് ഒരു 80% ഇല്ല, ഒരു 90 ഒക്കെ എത്തിക്കാം. അപ്പൊ 90ൽ കുറച്ചുകൂടെ കൂടുതൽ അപ്ലൈ ചെയ്യാം. ഏത് IMT, IMI, XIMB, BITSOM ഒക്കെ കൂടുതൽ അപ്ലൈ ചെയ്യാം. IIT Kharagpur അപ്ലൈ ചെയ്യാം. പക്ഷെ ഇപ്പോഴത്തെ എന്റെ ഇത് വെച്ച് ഇഫ് സംതിങ് ഗോസ് സൗത്ത് ആൻഡ് ഐ ഡോണ്ട് ഹാവ് 1 more year, അങ്ങനെയാണെങ്കിൽ എനിക്കൊരു 80% എന്തായാലും കുറച്ച് കോളേജ് വേണ്ടി വരും. ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ അപ്ലൈ ചെയ്ത സമയത്ത് എന്റെ ഗോളൊക്കെ വളരെ ക്ലിയർ ആയിരുന്നു, എനിക്കൊരു ടോപ്പ് കോളേജ് പഠിക്കണം എന്നുള്ളത്. പക്ഷെ സ്റ്റിൽ ദെൻ ബാക്കപ്പ് ആയിട്ട്, കാരണം നമുക്കറിയില്ല നമ്മുടെ മാനസികാവസ്ഥ. നമ്മൾ ചിലപ്പം കാറ്റ് കഴിയുന്നവരെ നമ്മൾ പറയും എന്ത് വന്നാലും ഞാൻ ഇനി ബ്ലാക്ക് കിട്ടിയാലേ പഠിക്കുള്ളൂ എന്നൊക്കെ പറയുമെങ്കിൽ പോലും കാറ്റൊക്കെ കഴിഞ്ഞ റിസൾട്ടൊക്കെ വന്ന് ചിലപ്പോൾ നമ്മൾ ഭയങ്കര മെന്റലി ഡൗൺ ആയിരിക്കുന്ന സമയത്ത് വിൽ ബി ലൈക്ക് എന്തായാലും ഇനി ഒരു വർഷം കൂടെ കളയാൻ വയ്യ, ഞാൻ എന്തായാലും കിട്ടിയ കോളേജിൽ കയറുകയാണെന്ന് പറയുന്ന ഒരു അവസ്ഥ എത്തിയേക്കാം. ഇതൊന്നും വരാതിരിക്കട്ടെ. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഇത് ഡിമോട്ടിവേഷൻ വീഡിയോ അല്ല, പക്ഷെ ഇതൊരു എന്താ പറയാ, ഒരു റിയാലിറ്റി ചെക്ക് ജസ്റ്റ് തരികയാണ്. നിങ്ങൾ ഇതൊന്നും ഭയങ്കരമായിട്ട് മനസ്സിലോട്ട് എടുത്തിട്ട് ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യമില്ല. പക്ഷെ ഞാൻ KJ സോമയ്യ വരെ അപ്ലൈ ചെയ്തിരുന്നു. ആൻഡ് അന്ന് KJ സോമയ്യ ടാപ്മിയൊക്കെ ഒരേ ലെവലായിരുന്നു ഞാൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത്. ഇപ്പൊ KJ സോമയ്യ അതിന്റെ അടിയിൽ പോയിട്ടുണ്ട്. KJ സോമയ്യ ആയിരുന്നു, ഞാൻ KJ സോമയ്യ അപ്ലൈ ചെയ്തിരുന്നു, ടാപ്മി അപ്ലൈ ചെയ്തിരുന്നു. XIMB, IMT അല്ലല്ല, XIMB ഒന്നും അപ്ലൈ ചെയ്തില്ല, ഞാൻ ഒരു IMT അപ്ലൈ ചെയ്തിരുന്നു. പിന്നെ അങ്ങനെ ഞാനൊരു ചൂസ് ചെയ്തിട്ട്, അപ്പൊ ആ ബെൽറ്റിലൊക്കെ വളരെ കുറച്ച് ചെയ്തിട്ടുള്ളൂ. ടാപ്മി, KJ സോമയ്യ. വാട്ട് ഇഫ് മൈ പെർസെന്റേജ് ഗോസ് ടു 80%, സ്റ്റിൽ ഐ വോണ്ട് ടു ജോയിൻ എ ബി സ്കൂൾ. ഇർമ ഞാൻ അപ്ലൈ ചെയ്തിരുന്നു. ഓണസ്റ്റ്ലി ഐ വാണ്ടഡ് ടു ബി എ പാർട്ട് ഓഫ് ഇർമ, അതുകൊണ്ട് ചെയ്തതാണ്. അല്ലാതെ അതൊരു 80% കോളേജ് ആയതോ 80 അല്ല, ഈവൻ 85-90% കോളേജ് ആയതുകൊണ്ടല്ല ഇർമയിൽ അപ്ലൈ ചെയ്ത്. ഐ വാണ്ടഡ് ടു ബി എ പാർട്ട് ഓഫ് ഇർമ ആൻഡ് IIM Indore കഴിഞ്ഞാൽ എന്റെ സെക്കൻഡ് ഓപ്ഷൻ വാസ് ഇർമ, ഈവൻ നോട്ട് ഈവൻ BB and New IIMs.
ഞാൻ എന്നിട്ട് മുകളിലോട്ടുള്ള സ്ഥാനത്തിൽ ഞാൻ എല്ലാം അപ്ലൈ ചെയ്തു. കാരണം അതായിരുന്നു എന്റെ ബെൽറ്റ്. 95 to 100% ബെൽറ്റിലായിരുന്നു എന്റെ മാക്സിമം കോളേജ്. ബിക്കോസ് എന്റെ ടാർഗറ്റ് അതായിരുന്നു, എന്റെ മോക്ക് സ്കോർ അങ്ങോട്ട് അലൈൻ ചെയ്യുന്നുണ്ടായിരുന്നു. സോ ഞാൻ എല്ലാത്തിനും അപ്ലൈ ചെയ്തു. ഇത് ഈ പറയുന്ന MBA, IIFT, അത് ഇത്. IIFT ഒക്കെ വേറൊരു എക്സാം കൂടെ ഉണ്ടായിരുന്നു സോ അന്ന്. സോ ഇറ്റ് വാസ് ലൈക്ക് അനദർ ഓപ്ഷൻ ഫോർ മീ ടു ഗിവ് വൺ മോർ ട്രൈ. അപ്പം ഇത് നിങ്ങൾ മനസ്സിൽ വെക്കുക. വെറുതെ കാണുന്ന കോളേജിന് എല്ലാത്തിനും അപ്ലൈ ചെയ്യരുത്. റിയലിസ്റ്റിക് ആയിട്ട് നിങ്ങൾക്ക് അതിന് ചാൻസസ് ഉണ്ടോ? പിന്നെ ഇപ്പം ഓൾറെഡി എനിക്ക് ആ ഒരു ബെൽറ്റ് ഇപ്പൊ റിസർവ്ഡ് കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് തല ഉപയോഗിച്ചിട്ട് നിങ്ങൾ മൊത്തം ഒന്ന് അനലൈസ് ചെയ്തിട്ട് മാത്രം കോളേജിന് അപ്ലൈ ചെയ്യാം. വെറുതെ ചാടി കയറി എല്ലാ കോളേജിനും അപ്ലൈ ചെയ്യരുത്. പിന്നെ കുറെ കോളേജിന് SOP കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾ നോക്കുക, ഇപ്പൊ ലാസ്റ്റ് ഡേറ്റ് ഒക്കെ വെച്ചിട്ട് ഇപ്പം സേ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ക്യാറ്റിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ എന്റെ അടുത്ത് ചോദിക്കാറുണ്ട് എപ്പോൾ ലാസ്റ്റ് മോക്ക് എടുക്കണം, എന്ന് വരെ എടുക്കണം, 23-നും എടുക്കണം, കാരണം 24-ലാണ് ക്യാറ്റ്. ഞാൻ പറയുന്നത് 20, 21, 22, 23 എല്ലാ ദിവസവും മോക്ക് എടുക്കുക. അതിൽ ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ഒരു സന്തോഷം തരുന്ന സ്കോർ കിട്ടിയാൽ അന്ന് നിർത്താം. 22 സന്തോഷം കിട്ടുന്ന സ്കോർ കിട്ടിയില്ലെങ്കിൽ 22 അങ്ങ് നിർത്തിക്കോ. 23 എന്തായാലും മോക്ക് എടുക്കണ്ട. പറ്റുകയാണെങ്കിൽ അതിന് മുന്നേ നിർത്തുക. 20 തന്നെ നിങ്ങൾക്ക് നല്ലൊരു മോക്ക് സ്കോർ കിട്ടിയാൽ അന്ന് തന്നെ നിർത്തുക. ഞാൻ ഇതൊരു വീഡിയോ ഇതിന്റെ സെപ്പറേറ്റ് ചെയ്യാം, ഇനി ഇങ്ങോട്ട് ക്യാറ്റിന്റെ അടുത്ത് വരുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് കിട്ടുന്ന 1-2 ദിവസം ബ്രേക്കിൽ നിങ്ങൾക്കൊന്നും ചെയ്യാനില്ല. അപ്പൊ നിങ്ങൾക്ക് TV ആണോ ഒരു സിനിമ കാണാൻ പോകാൻ, നിങ്ങൾക്ക് പാരന്റ്സുമായിട്ട് ചില്ല ചെയ്യാം. നിങ്ങൾക്ക് അപ്പം വേണമെങ്കിൽ SOP കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാം. അല്ലാതെ SOP ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ആലോചിക്കുക. കുറെ ആൾക്കാർ FMSന്റെ SOPക്ക് വേണ്ടി മരിക്കുക. 2-3 ദിവസമൊക്കെ എടുത്ത് SOP ഇടുക. ഈ FMSൽ കിട്ടണമെന്നുണ്ടെങ്കിൽ 99.5 അല്ലെങ്കിൽ 99.2% കൂടെ നിങ്ങൾ വാങ്ങണം. അപ്പൊ അതിന് വേണ്ടിയുള്ള ക്യാറ്റ് പ്രിപ്പറേഷൻ മാറ്റി വെച്ചിട്ട് നിങ്ങൾ SOP ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ മനസ്സിലാക്കുക, ക്യാറ്റിന്റെ വെയിറ്റേജ് ഒക്കെ ഫൈനൽ സെലക്ഷനിൽ കുറവാണെങ്കിൽ പോലും ഇന്റർവ്യൂ കോളിൽ വലിയൊരു ശതമാനം വെയിറ്റേജ് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് കട്ട് ഓഫ് വെക്കുന്നത് ക്യാറ്റിന്റെ പെർസെന്റേജ് വെച്ചിട്ട് തന്നെയാണ്. സോ അതിന് നിങ്ങൾ ഈ പറയുന്ന ഇപ്പം ഇതുപോലുള്ള കാര്യങ്ങളിലോട്ട് ഡീവിയേറ്റ് ചെയ്ത് അത് കളയരുത്. കോളേജ് ആപ്ലിക്കേഷൻ സ്ട്രാറ്റജിക് ആയിട്ട് വെക്കുക. പൈസ ഒരുപാടുള്ളവർ അപ്ലൈ ചെയ്തോ, എല്ലാ കോളേജിനും അപ്ലൈ ചെയ്തോ. ഇന്ത്യയിൽ കിട്ടാവുന്ന എല്ലാ ബി സ്കൂൾസും അപ്ലൈ ചെയ്തോ. 60% 100% എല്ലാ കോളേജിലും അപ്ലൈ ചെയ്തോ. പക്ഷേ നിങ്ങളുടെ കയ്യിൽ പൈസ കൺസ്ട്രെയിൻഡ് ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാണുന്ന 99% ആൾക്കാരും അത് നിങ്ങളുടെ ടോട്ടൽ ബഡ്ജറ്റ്, ഇതിന്റെയൊക്കെ കണക്ക് കൂട്ടുക, എത്ര ബഡ്ജറ്റ് എനിക്കിതിന് വെക്കാൻ പറ്റും, എന്നിട്ട് അത് എപ്പോൾ അപ്ലൈ ചെയ്യേണ്ട സാധനങ്ങളാണ്, ഏതൊക്കെ കോളേജ് ഉണ്ട്. ഇപ്പം ഇന്ന കോളേജിൽ ഓക്കെ എനിക്ക് റിസർവേഷൻ ഉണ്ട് പക്ഷേ ഇവിടെ ഈ റിസർവേഷൻ ഇല്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ നല്ല മറ്റേ കോളേജ് അപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഞാൻ ജനറൽ കാൻഡിഡേറ്റ് ആണ്, സോ ഐ ഷുഡ് ബി അപ്ലൈ ഫോർ MBA ആൻഡ് SPJ. ബിക്കോസ് എനിക്കൊരു FMS അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 99.2 അല്ലെങ്കിൽ 99.5 വേണ്ടി വരും എനിക്ക് കിട്ടാൻ. പക്ഷെ എനിക്കൊരു MDA അല്ലെങ്കിൽ SPJ ഗുഡ് ഇനഫ് കോളേജ് ആസ് കമ്പയർഡ് ടു FMS ആൻഡ് MDA, FMS ആയിട്ട് കമ്പയറബിൾ ആയിട്ടുള്ള കോളേജ് ആണെങ്കിലും എനിക്കൊരു 97-ലോ 95-ലോ കോള് കിട്ടാൻ ചാൻസ് ഉണ്ട്. സോ ഞാൻ അതിലാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇപ്പം ഞാൻ ജനറൽ കാൻഡിഡേറ്റ് ആണ്, എനിക്ക് ഒരു കോളേജിന് അപ്ലൈ ചെയ്യാൻ പറ്റുമോ അത്ര പൈസയേ ഉള്ളൂ. എനിക്ക് 3 കോളേജ് ഉണ്ട്, 4 കോളേജ് ഉണ്ട്, FMS, IIFT, MDA ആൻഡ് ഈ പറയുന്ന SPJ. ദെൻ ഐ വുഡ് അപ്ലൈ ഫോർ MDA കൊടുക്കണം. കാരണം കട്ട് ഓഫ് കുറച്ച് 95 to 97 കിട്ടാം. അല്ലെങ്കിൽ SPJ അപ്ലൈ ചെയ്യും, ബിക്കോസ് ഇറ്റ്സ് എ ഗ്രേറ്റ് ബി സ്കൂൾ ആൻഡ് ആ ഒരു കട്ട് ഓഫിന്റെ ഒരു കാര്യം പറയുമ്പോൾ. സോ ഇതൊന്ന് മനസ്സിൽ വെക്കുക. എനിക്ക് ജസ്റ്റ് ആ ഒരു ഇൻസ്ട്രക്ഷൻ എല്ലാവരോടും ഷെയർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ചിലർ പറയും ഇതിനിപ്പോൾ ഒരു വീഡിയോ ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ട്, ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമില്ല, നമ്മളിത് ഓൾറെഡി ചെയ്യാറുണ്ടെന്ന്. പക്ഷെ ചില ആൾക്കാർ അങ്ങനെ ചെയ്യുന്നില്ല. എനിക്ക് പേഴ്സണലി അങ്ങനത്തെ മെസ്സേജസ് വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഈ വീഡിയോ ഉണ്ടാക്കുന്നത്. സോ താങ്ക്സ് ലോട്ട് ഫോർ വാച്ചിങ് മൈ വീഡിയോ. എഗെയിൻ ഒരു കാര്യം കൂടി, ഇൻസ്റ്റാഗ്രാമിന്റെ കാര്യം, ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഡു ഫോളോ, ഞാൻ അതും ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. സോ താങ്ക്സ് ലോട്ട് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.